ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ നിയമനങ്ങളിലെ സർക്കാർ നിലപാട് മാറ്റത്തിൽ വലഞ്ഞുദ്യോഗാർത്ഥികൾ. താൽക്കാലിക ജീവനക്കാർക്കായി സുപ്രീം കോടതിയിലെ അപ്പീൽ സർക്കാർ പിൻവലിച്ചതോടെ പരീക്ഷ എഴുതി നിയമനം കാത്തവരുടെ ഭാവി തുലാസിലായി. 38 തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് സർക്കാർ നിലപാട് മാറ്റത്തിൽ വലയുന്നത്. താൽക്കാലികക്കാർക്ക് നിയമനം നൽകുന്നതിലെ UDFന്റെ ഇരട്ടത്താപ്പാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ പരീക്ഷയിൽ കോടതി കയറിയത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ വിവിധ തസ്തികകളിലേക്ക് നടന്ന പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണ് ഇതോടെ പെരുവഴിയിലായത്. 38 തസ്തികകളിലേക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ നടത്തിയത് കഴിഞ്ഞ ജൂലൈ മാസമാണ്. ചുരുക്കപ്പട്ടികയായിട്ടും നിയമനമില്ല. ഗുരുവായൂർ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അതിന്റെ അധികാരം എടുത്തു കളയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡിന് തന്നെയാണ് നിയമനം നടത്താനുള്ള അധികാരമുള്ളത് എന്നുള്ള ഒരു രാഷ്ട്രപതിയുടെ അസന്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അത് എടുത്തു മാറ്റിയത് ഹൈക്കോടതി. താൽക്കാലികക്കാരുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ അത് പിൻവലിച്ചിരിക്കുകയാണ്. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനും നിയമനത്തിലും കോടതി നടപടികൾ തടസ്സമായി. നിയമനാധികാരം മാനേജ്മെന്റ് കമ്മിറ്റിക്കെന്നും KDRBക്കല്ലെന്നും കാട്ടിയാണ് ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ കോടതി കയറിയത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുകൂലമായി വിധിച്ചെങ്കിലും സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്തു. താൽക്കാലികക്കാരെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അവരെ നിയമിക്കണം എന്നുള്ള ഇതിലാണ് റൈറ്റിലാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രിയെ 4-5 തവണ പോയി കണ്ടായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞതെന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ നിന്ന്, അതായത് ഹൈക്കോടതി വിധിയാണ് അവരിപ്പം അനുകൂലിക്കുന്നത്. കാരണം അവർക്ക് ഹൈക്കോടതിയുടെ സ്റ്റാൻസിനോടൊപ്പമാണ് പോകാൻ താല്പര്യമുള്ളത്. അവർ താൽക്കാലികക്കാർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കേസ് ഇപ്പം 11-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ 11-ാം തീയതി എന്തിനാണ് കോടതി എന്ന് പറയുന്നത്, അതായത് സുപ്രീം കോടതി എന്താണ് പറയുന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിരിക്കുക. കോടതിയിൽ നൽകിയ അപ്പീൽ സർക്കാർ പിന്നീട് പിൻവലിച്ചു. സർക്കാർ നടത്തിയ പരീക്ഷ സർക്കാർ തന്നെ തള്ളുന്ന നിലപാട് സ്വീകരിച്ചു. നിലവിൽ ഈ KDRB ഇപ്പം ഈ നമ്മളെ മിനിസ്റ്റർ ഉൾപ്പെടെ ചെയ്യുന്നത് ഈ സംവരണത്തിന് അട്ടിമറിക്കാനുള്ള പ്ലാനാണ്. കാരണം വെച്ചാൽ ഇപ്പം നിലവിൽ താൽക്കാലികക്കാർ അവിടെ ജോലി ചെയ്യണം മുക്കാലും സംവരണം അട്ടിമറിച്ച് അവരെ നിയമിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനാണ് നമ്മുടെ സർക്കാർ ഉൾപ്പെടെ മുമ്പിൽ നിൽക്കുന്നത്. 38 പോസ്റ്റിൽ ഏകദേശം 13 പോസ്റ്റുകളോളം ലിസ്റ്റ് വന്നു കഴിഞ്ഞു. അതിൽ ഓൾറെഡി ലിസ്റ്റ് വന്നു. ഇനിയൊരു ഏകദേശം കുറച്ചൊരു ഇതും കൂടി തസ്തികകൾ വരാവുള്ളൂ. അതിനെ വരെ അട്ടിമറിച്ചുകൊണ്ടാണ് നമ്മൾ മിനിസ്റ്റർ മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് പറഞ്ഞാൽ കേൾക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. താൽക്കാലികക്കാരെ സർക്കാർ സഹായിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ജനം, തിരുവനന്തപുരം.